നമ്മുടെ ചാനലിൽ ഞാൻ ഒരു ഡ്രോൺ വാങ്ങിയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 3 കിലോമീറ്റർ ദൂരം ചെന്നപ്പോൾ ഡ്രോണിൻ്റെ സിഗ്നൽ കട്ടായിപ്പോയി. നമസ്കാരം, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു യൂസർ റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഞാൻ ഒരു ഡ്രോൺ വാങ്ങി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ നിരവധി വീഡിയോകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എന്താണ് അതിൻ്റെ നമ്മൾ ഉപയോഗിച്ചതിൻ്റെ സ്വഭാവവും എങ്ങനെയുണ്ട് പ്രോഡക്റ്റ് എന്നുള്ളതിൻ്റെ ഒരു റിവ്യൂ തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ആ ഡ്രോണിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് DJI മിനി 4 Pro എന്ന് പറയുന്ന മോഡൽ. ഈ ഡ്രോണിലാണ് ഞാൻ നിരവധി ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞതുപോലെ ട്രിവാൻഡ്രം സിറ്റിയിലുള്ള നൈറ്റ് വ്യൂ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ യൂട്യൂബിൽ കയറിയിട്ട് ആ വീഡിയോ ഒന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്കൊരു ഉപയോഗം ആണ് എങ്കിൽ മാത്രമേ ഈ ഡ്രോൺ വാങ്ങാവൂ എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോണിൻ്റെ വില അത്യാവശ്യം വിലയുണ്ട്. അപ്പോൾ വാങ്ങുമ്പോൾ കോംബോ തന്നെ വാങ്ങുക എന്നുള്ളത് എൻ്റെ ഒരു പ്രത്യേക സജഷനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാറ്ററി ഉണ്ട്, നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഒരു ബാറ്ററിയിൽ പരമാവധി അരമണിക്കൂർ അത് അത്രയൊക്കെ കിട്ടുള്ളൂ ഇതിൻ്റെ ഒരു ടൈം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഡ്രോണിൻ്റെ ടൈം ഫ്ലൈ ചെയ്യിപ്പിക്കുമ്പോൾ എടുക്കുന്ന ഒരുപാട് ജോയ്സ്റ്റിക്ക് എത്രമാത്രം നമ്മൾ ഉപയോഗിക്കുന്നു അത്രയും പെട്ടെന്ന് ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കും ഇതിൻ്റെ ചാർജ്. നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറയുടെ സെറ്റിങ്സ് ഈ ബാറ്ററിയെ പെട്ടെന്ന് ബാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെടുക്കുന്നത് 60 FPS എടുക്കുന്നത്. ഞാൻ ആ ഫ്രെയിം റേറ്റിൽ എൻ്റെ ഉപയോഗവും ഇതിലുള്ള ബാറ്ററി ചാർജും ഞാൻ ഓക്കെയാണ്. സെയിം അതൊരു സിംഗിൾ ബാറ്ററിയിലാണ് എങ്കിൽ പറ്റില്ല. ഇപ്പോൾ നമുക്കെടുക്കാൻ പറ്റുന്ന ഏരിയ സ്ലോ മോഷൻ വീഡിയോയുടെ ആവശ്യമില്ല എങ്കിൽ നിർബന്ധമായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 30 FPS തന്നെയായിരിക്കും. അപ്പോൾ അതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കൊള്ളാം. പക്ഷേ ക്ലാരിറ്റി കൂടുതൽ പറയുന്നത് 60 ആണ്. ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 60 തന്നെ. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 30 FPS ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു വ്യത്യാസം ഉണ്ടാവും. 60 ആകുമ്പോൾ കൂടുതൽ ഫ്രെയിം വരും, അപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ഇടയ്ക്ക് കട്ടാവത്തൊന്നുമില്ല. ഫ്രെയിം റേറ്റ് കൂടുമ്പോൾ, റെസൊല്യൂഷൻ കൂടുമ്പോൾ ഒക്കെ നമ്മുടെ ബാറ്ററിയെ കാര്യമായി തന്നെ ബാധിക്കും മീൻസ് പെട്ടെന്ന് ചാർജ് കുറയും. അപ്പോൾ ഒരു കോംബോ പാക്ക് എടുത്തു കഴിഞ്ഞാൽ 3 ബാറ്ററി ഉണ്ട്. 3 ബാറ്ററി കൂടെ പരമാവധി നമുക്കൊരു 1 hour ഷൂട്ട് ചെയ്തെടുക്കാം. 1 hour ഫ്ലൈ ചെയ്യിപ്പിക്കാന്നല്ല, ഡ്രോൺ അതിൻ്റെതായ നമ്മൾ പർപ്പസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, കൃത്യമായ രീതിയിൽ ഡ്രോൺ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡ്രോണിൻ്റെ ബാറ്ററി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഈ ഡ്രോണിൻ്റെ ഒരു ഗുണവും അതിൻ്റെ ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കുന്നത് ഡ്രോണിന് നൈറ്റ് ഷൂട്ട് ചെയ്യാൻ അതിൻ്റെ സെൻസർ വർക്ക് ചെയ്യില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്. തോന്നലാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ വിദഗ്ധരാരെങ്കിലും അതിനെക്കുറിച്ച് പറയണം. ഞാൻ ഇത് ലോ ലൈറ്റിൻ്റെ വിഷയമാണ് ഈ പറയുന്നത്. നൈറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻസറും കാര്യങ്ങളും വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിരുന്നു. പക്ഷേ നമുക്കത് ക്രാഷ് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എക്സ്പെൻസ് ആണ് അത്യാവശ്യം. സംഭവം ഇവിടെ ഞാൻ ടെറസിലാണുള്ളത്. ഞങ്ങളുടെ വീടിൻ്റെ ടെറസിൻ്റെ ഈ ബാക്കിലൊരു പാരപ്പറ്റ്. അപ്പം ഞാൻ സെൻസർ ഓണാക്കി ഇട്ടുകൊണ്ട് ഒരു 7 മണി ടൈമിൽ ഞാൻ ജസ്റ്റ് മൂവ് ചെയ്യിപ്പിച്ചു. ഏതാണ്ട് ഈ ഡ്രോൺ നമ്മുടെ ചുമര് ഇതാണെങ്കിൽ സെൻസർ ഉണ്ടെങ്കിൽ, ഇതൊരു ഉദാഹരണമാണ്, സെൻസർ ഉണ്ടെങ്കിൽ ഡ്രോൺ പരമാവധി ഇതുവരെ വന്നിട്ട് ഈ ചുമരിന് ഇങ്ങോട്ട് വരത്തില്ല. സെൻസർ ഉള്ളത് കൊണ്ട് ഇവിടെ വരെ വന്ന് നിൽക്കത്തേ ഉള്ളൂ. ഇനി ബൈപ്പാസ് മോഡ് ആണ് ഇട്ടിരിക്കണമെങ്കിൽ ഇവിടെ വരെ വന്നിട്ട് പൊങ്ങി വന്നിട്ട് തടസ്സമില്ല. പക്ഷെ ഇവിടെ മുട്ടത്തില്ല. പക്ഷെ ഞാൻ സെൻസർ ഓൺ ആക്കിയിട്ടിട്ട് നൈറ്റിൽ 7 മണിക്ക് വന്നപ്പോൾ ഇവിടെ വരെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് പരമാവധി ഇതുവരെ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ചിലപ്പോൾ അതിൻ്റെ സെൻസർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സെൻസർ കിട്ടുന്നില്ലേ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. കൊണ്ടിട്ട് മുട്ടിക്കാൻ പറ്റില്ല. കാര്യം അതിൻ്റെ പ്രൊപ്പല്ലറൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കൂടെ വരുന്നുണ്ട്, ഒരു 8 പ്രൊപ്പല്ലർ വരുന്നുണ്ട്. പക്ഷെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അതൊരു ചേഞ്ചിങ്ങോട് ചെയ്യും. അപ്പം അത് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. നമ്മൾ അറിയാതെ എന്തെങ്കിലും സംഭവിച്ച് പ്രൊപ്പല്ലറിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് കമ്പനി എന്തെങ്കിലും നമ്മളെ കൊണ്ട് ഇടിച്ച് പരീക്ഷണം നടത്തിയിട്ട് മാറ്റേണ്ട ആവശ്യം ഇല്ല. എങ്കിൽ DJIയുടെ സൈറ്റിൽ കയറി ഇതൊക്കെ ഓർഡർ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല എങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഞാൻ റിസ്ക് ആണ് എന്നേ പറയുള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഷൂട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ആ സ്ഥലത്തെക്കുറിച്ച് നേരത്തെ ഒരു ധാരണ വേണം. ആ ഭാഗത്ത് എത്ര ഹൈറ്റ് ഉണ്ടെന്നും അവിടെ എന്തൊക്കെ തടസ്സം ഉണ്ടെന്നും, മരങ്ങളാണോ ബിൽഡിംഗ് ആണോ അങ്ങനെയുള്ള എന്തെങ്കിലും തടസ്സം ഉണ്ടോ നമ്മൾ നേരത്തെ കൂട്ടി മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ നൈറ്റ് ഷോട്ട് എടുക്കേണ്ടത് ആവശ്യമാണ് എങ്കിൽ കൃത്യമായ ഏരിയ ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ഷൂട്ട് ചെയ്യും.
ഞാൻ ഈ പറഞ്ഞുള്ള കാര്യമുണ്ട്. അവിടെ ചെന്നിട്ട് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു സ്ഥലത്തേക്ക് ഫ്ലൈ ചെയ്യിപ്പിച്ചിട്ട് ഇപ്പോൾ ഷൂട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ റിസ്ക് ആണ്. കാര്യം കമ്പനി DJ പറയുന്നത് ഇത് 20 കിലോമീറ്റർ റേഞ്ചിൽ ഫ്ലൈ ചെയ്യുന്ന പറയുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അത്രയൊന്നും നമ്മൾ ഫ്ലൈ ചെയ്യാൻ പാടില്ല. കാര്യം നമ്മളുടെ ഒരു ഐ കോണ്ടാക്ട് വേണം. ഇത് നമുക്ക് കാണാൻ പറ്റണം ഇതെവിടെയാണ് ഉള്ളത്. ആ ഒരു ഏരിയക്കകത്ത് മാത്രം നമ്മൾ ചെയ്യിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഫ്ലൈ ചെയ്യുക, ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എന്താണ് നമ്മൾ അവിടെ ചെന്ന് തന്നെ ഷൂട്ട് ചെയ്യുക. നമ്മൾ ഇവിടെ നിന്ന് റിസ്ക് എടുത്ത് അത്രയും നേരം ഫ്ലൈ ചെയ്യിപ്പിച്ച് അവിടെ എത്തുമ്പോൾ തന്നെ ബാറ്ററി എനർജിയുടെ ഒരു കുറവ് അവിടെ വരും. പിന്നെ ഷൂട്ട് ചെയ്യുന്നു, അതിനുശേഷം തിരിച്ചു വരുന്നു. അതിനുള്ള ഒരു റിട്ടേൺ വരാനുള്ള ഒരു ബാറ്ററി ചാർജും കൂടി നമ്മൾ ഇതിനകത്ത് കീപ്പ് ചെയ്യുക. അതിനുള്ള ഫുൾ നോട്ടിഫിക്കേഷൻ നമ്മളുടെ RC കൺട്രോളിലുണ്ടാവും. അതാണ് ഈ ഡ്രോൺ നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോഴുള്ള നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾ ഉപയോഗിക്കുന്ന മെമ്മറി കാർഡ് നിർബന്ധമായിട്ടും 190 Mbps മുകളിലോട്ടുള്ള അത് മുതൽ അതിന് മുകളിലോട്ടുള്ള മെമ്മറി കാർഡ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അത്രയും നല്ല സ്പീഡ് റെക്കോർഡിങ്ങുള്ളതായതുകൊണ്ട് അത്രയും ക്ലാരിറ്റിയോട് കൂടിയും അത്രയും ഡിലേ ഇല്ലാതെ റെക്കോർഡ് ചെയ്യണമെങ്കിൽ നല്ല ഹൈ സ്പീഡുള്ള മെമ്മറി കാർഡ് ഉപയോഗിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ഇത് വെച്ച് ഉപയോഗിച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വിഷ്വൽസ് എല്ലാത്തിനും മുകളിൽ നമുക്ക് ഒത്തിരി സന്തോഷം തരുന്നതാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമുകളെ കുറിച്ചും നമ്മൾ ചെയ്യുന്ന യൂട്യൂബ് കണ്ടന്റിനെ കുറിച്ചും അതുപോലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ വീഡിയോസ് എന്ന് പറയുന്നത് ഒരു വേറെ ലെവലാണ്. ഞാൻ ഈ ഡ്രോൺ വാങ്ങാൻ തന്നെ ഒരു വലിയ കാര്യമുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളും കൂടി കഴിഞ്ഞ വർഷം നെല്ലിയാമ്പതി പോയി. ഞങ്ങൾ ഇടയ്ക്ക് ട്രിപ്പൊക്കെ പോകാറുണ്ട്. നെല്ലിയാമ്പതി പോയപ്പോൾ ശരിക്കും ഒരു ഡ്രോണിൻ്റെ കുറവ് വലുതായിട്ടും നമുക്കത് ഫീൽ ചെയ്തു. നെല്ലിയാമ്പതി ആ ഹിൽ ടോപ്പിൽ അവിടെ ഒരു മറ്റേ ടീ എസ്റ്റേറ്റ് ഒക്കെ വരുന്ന ഏരിയ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ നമ്മൾ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് കുറച്ച് ദൂരമായിട്ട് ബാഹുബലിയിലുള്ള ആ ഇതുണ്ടല്ലോ, ആ റെഡ് ബുള്ളാണോ ബഫല്ലോ ആണ് അതറിയില്ല, ആ കാട്ടുപോത്ത് അതിൻ്റെ എന്തോ അതാണെന്ന് തോന്നുന്നു, ആ മസിലൊക്കെ ഉള്ള. അപ്പോൾ ആശാൻ അത്ര ദൂരത്ത് നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളുടെ ക്യാമറയും ഞങ്ങൾ ഡിജിറ്റൽ ക്യാമറയൊക്കെ അതിലെത്തുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷെ ഡ്രോൺ ആയിരുന്നെങ്കിൽ അതിനെ ശല്യം ചെയ്യാതെ ആള് അറിയാതെ തന്നെ നമുക്ക് അതിൻ്റെ അടുത്ത് ചെന്ന് അതിൻ്റെ ഒരു നല്ലൊരു വിഷ്വൽസ് എടുക്കാൻ പറ്റിയാണ്. അതുപോലെ ആ യാത്രയിൽ നമുക്ക് തിരിച്ചു വരുന്ന വഴിക്ക് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൻ്റെ ആ ഒരു പരിസരത്തിറങ്ങി വല്ലാത്തൊരു ആംബിയൻസ് ആണ് അവിടെ ചെന്നിരിക്കാൻ തോന്നിപ്പോകും. അമ്പലം എന്നുള്ളതല്ല, ആ ഒരു ചുറ്റുപാട് ഭയങ്കര സൈലന്റ് ആണ്. ഒരു വയലാണ്, ഒത്തുനടുക്ക് ഒരു ക്ഷേത്രമുണ്ട്, അതിൻ്റെ ബാക്കിൽ കൂടെ ട്രെയിനുണ്ട്, ട്രെയിൻ പാളം പോകുന്നുണ്ട്. എല്ലാവർക്കും അറിയാം, യൂട്യൂബ് കാണുന്ന എല്ലാവർക്കും അറിയാന്നുള്ളതാണ് അവിടുത്തെ ബ്യൂട്ടിഫുൾ ഒരു ഏരിയ. അങ്ങനെ ഉത്രാളിക്കാവിൻ്റെ ആ ഏരിയയും മറ്റ് സ്ഥലവും ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാതെ വലിയൊരു വലിയൊരു മിസ്സിങ് ആയിരുന്നു. നമ്മൾ ആ ട്രിപ്പിൽ ഒത്തിരി സ്ഥലത്ത് പോയി. പക്ഷേ ഈ ഡ്രോണിൻ്റെ ഒരു മിസ്സിങ് ഏരിയകൾ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ മൊബൈൽ ഷൂട്ട് ചെയ്താൽ കിട്ടാനേക്കാളും കൂടുതൽ ഭംഗി കിട്ടുമായിരുന്നു, പക്ഷേ കിട്ടിയില്ല. എനിക്കൊരു വലിയൊരു വിഷമമായിട്ട് തോന്നി. അതിനുശേഷമാണ് ഞാൻ വിചാരിച്ചത് ഡ്രോൺ വാങ്ങും. അപ്പോൾ ഡ്രോൺ വാങ്ങാൻ മെൻ്റലി സപ്പോർട്ട് തന്ന എൻ്റെ സുഹൃത്തിനും നന്ദി പറയുകയാണ്. നിങ്ങൾ ഈ ഡ്രോൺ വാങ്ങാൻ പോകുന്നവർ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട കാര്യം, ഞാൻ ഈ ഡ്രോൺ എന്തിനാണ് വാങ്ങുന്നത്, ഞാൻ എന്താണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് ആ ഡ്രോൺ വാങ്ങിയതിന് ശേഷം പരമാവധി മാക്സിമം സമയം നമ്മളത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക. കാരണം ഇതെല്ലാം ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ ഉപയോഗം നമുക്ക് നഷ്ടമാകും. അതിന് മുന്നേ നമ്മൾ പരമാവധി ഉപയോഗിക്കുക. നമുക്ക് ഈ ഡ്രോണിൻ്റെ അല്ലെങ്കിൽ ഈ ഷൂട്ട് ചെയ്തെടുക്കുന്ന വിഷ്വൽസ് വെച്ച് നമുക്ക് എന്തെങ്കിലും ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ മാക്സിമം അത് ഉപയോഗിക്കുക. പിന്നെ ഞാൻ എടുത്തു പറയുന്നൊരു കാര്യം, എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡ്രോൺ എത്ര രൂപയായി, എങ്ങനെയാണത് ഉപയോഗിക്കേണ്ടത്, നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും നഷ്ടമുണ്ടായോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ, ഇതെനിക്ക് എന്തെങ്കിലും നഷ്ടം വരാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ ഒത്തിരി ആൾക്കാർ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട എൻ്റെ ഒരു സുഹൃത്ത്, കണ്ണൂരുള്ള ഒരു സുഹൃത്ത്, ഇതേപോലെ തന്നെ കുറച്ച് ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ ആയിട്ട് ആൾ വന്നിരുന്നു. ആൾ എന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ വാട്സാപ്പിൽ പുള്ളിയായിട്ട് ഒത്തിരി ചാറ്റ് ചെയ്തു. അപ്പോൾ പുള്ളി പറഞ്ഞത് എൻ്റെ വീഡിയോ കണ്ട് ഒത്തിരി ആൾക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി എന്നുള്ളതാണ്. അപ്പോൾ എനിക്കത് വലിയ സന്തോഷമുള്ള കാര്യം. ഇങ്ങനെ ഒരു കമൻറ്റ് കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് ഏതാണ്ട് ഓസ്കാർ കിട്ടുന്നതിന് തുല്യമായിട്ടുള്ള ഒരു സന്തോഷമുണ്ട്. നമ്മുടെ അഭിപ്രായം
ഇങ്ങനെ ഒരാൾ പറയുക, നമ്മുടെ വീഡിയോസിൻ്റെ ഒരു അഭിപ്രായം പറയുക, അയാളും ആ പുള്ളിയും ഇത് എടുക്കാനുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തിയത് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടാണെന്ന് പുള്ളി എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ എനിക്കതിൽ വലിയ സന്തോഷം തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീഡിയോ ഇട്ടിട്ട് ഒരാൾക്കത് ഉപകാരപ്പെട്ടു അത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇതിലും വലിയ സന്തോഷം ഇനി വരാനില്ല. അപ്പോൾ ആള് ഡ്രോൺ വാങ്ങി. ആൾ ചോദിച്ചിരുന്നു എടുത്താൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടോ. ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന പല സംശയങ്ങളും ആ പുള്ളിയും ചോദിച്ചിരുന്നു. പറഞ്ഞു കൊടുത്തപ്പോൾ ആൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒരു ധാരണ കിട്ടി. ആൾ കോഴിക്കോടോ എറണാകുളത്തോ എവിടെ വന്നിട്ട് ഡ്രോൺ വാങ്ങി. ഈ ഡ്രോൺ വാങ്ങിയിട്ട് ആൾ എന്നെ വിളിച്ച് എനിക്കൊരു ഇൻഫർമേഷൻ തന്നു. ആ പുള്ളി വാങ്ങിയ സ്ഥലത്ത് നിന്ന് ഈ ഡ്രോണിന് സർവീസ് ചെയ്യുന്നുണ്ട്, അവിടെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊരു ഇൻഫർമേഷൻ പുള്ളി എനിക്ക് ഇങ്ങോട്ട് തന്നു. അപ്പോൾ എനിക്കതൊരു വലിയൊരു അറിവാണ്. കാര്യം ഞാൻ ഈ ഡ്രോൺ മേടിക്കുമ്പോൾ ആ കോട്ടയത്തുള്ള നമ്മുടെയൊക്കെ ഇത്തിരി പേര് കേട്ട ഒരു സ്ഥാപനം ഉണ്ടല്ലോ, അവിടെ നിന്നാണ് ഞാൻ ഈ ഡ്രോൺ വാങ്ങിയത്. ആ സ്ഥാപനത്തിൻ്റെ പേര് പറയാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഡ്രോൺ വാങ്ങുമ്പോൾ ആ ആൾ പറഞ്ഞിരുന്നു ഇതിന് വാറണ്ടി ഇല്ല, ഇതിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സർവീസിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ആ പുള്ളി എടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് വാങ്ങുമ്പോൾ ആദ്യം ഒന്ന് ഷോക്കായിരുന്നു, എന്തെങ്കിലും പറ്റിപ്പോയാലോ, ഇത്ര വലിയൊരു എമൗണ്ട് കൊടുത്ത് വാങ്ങുന്നതല്ലേ. പക്ഷേ അതുകൊണ്ടാണ് എനിക്കൊരു ഗ്യാരണ്ടി എന്ന ആൾ തന്നില്ല. പക്ഷെ ആൾ തരാത്തത് ആളിനെ നെഗറ്റീവായിട്ടല്ല കാണേണ്ടത്, അവർക്കത് പ്രൊവൈഡ് ചെയ്യാനൊക്കെ അവർക്ക് അതിനുള്ള ഇതില്ല, ആവശ്യമില്ലാത്തത് കൊണ്ടാവാം. പക്ഷെ ഇപ്പോൾ അവർ പല വീഡിയോകളിൽ അവർ പറയുന്നുണ്ട് ഈ ഡ്രോണും മറ്റ് DJയുടെ തന്നെ അല്ലെങ്കിൽ GoProയുടെ ഒക്കെ മറ്റ് ക്യാമറയും അതിൻ്റെ ആക്സസറീസ് എക്യുപ്മെൻറ്റ്സ് എല്ലാം അവിടെ ഉണ്ട്, അവർ സർവീസും ചെയ്യുന്നുണ്ടെന്ന് അവരിപ്പോൾ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വാങ്ങുന്നതിന് യാതൊരുവിധ മടിയും കാണിക്കേണ്ട, താല്പര്യമുള്ളവർ വാങ്ങുക. ഞാൻ ഒരു ഗ്യാരണ്ടി ഇല്ലാതെയാണ് ഞാൻ ഈ ഡ്രോൺ വാങ്ങിയത്. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ഈ കണ്ണൂരുള്ള സുഹൃത്ത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഡ്രോൺ മേടിച്ചു. പുള്ളി വിളിച്ച് പറഞ്ഞു ഇവിടെ സർവീസ് ഉണ്ട് എന്ന്. എറണാകുളത്തോ കോഴിക്കോടോ ആണ്. അപ്പോൾ ആൾ പറഞ്ഞു സർവീസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കതൊരു വലിയൊരു ഉപകാരമാണ്. എന്നെപ്പോലെ മറ്റ് ഡ്രോൺ വാങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് അതൊരു ഉപകാരം തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആൾ വാങ്ങി വീട്ടിലെത്തി. ആൾ യാത്രയിലാണെന്ന് എനിക്ക് വിളിച്ചു പറഞ്ഞു. ആൾ വാങ്ങിയതെന്നെ വിളിച്ചു പറഞ്ഞു. ആൾ തിരിച്ച് വീടെത്തിയെന്ന് വിളിച്ചു പറഞ്ഞു. ആ പാക്കറ്റ് പൊട്ടിച്ച് തന്നെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നു. ഇതിനെല്ലാത്തിനേക്കാളും വലിയൊരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൻ്റെയും അവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നു. അസാധ്യ വീഡിയോ. ഒരുപക്ഷെ ഞാൻ എടുത്തതിനേക്കാളും നല്ല മികച്ച വീഡിയോസാണ് ആളെടുത്തത്. ഞാൻ ആളോട് പറഞ്ഞു ഞാൻ ആളോട് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു ആള് വീഡിയോ കാണുമ്പോൾ ആൾക്ക് മനസ്സിലാവും. വളരെ നന്നായിരുന്നു ആ വീഡിയോ. പ്രത്യേകിച്ച് അതിൻ്റെ എഡിറ്റിംഗ് ഏരിയയിൽ വാട്ടർ മാർക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നു. ഓരോ ഷോട്ട് പാൻ ചെയ്തൊക്കെ എടുക്കുന്ന ഓരോ ഷോട്ടിൻ്റെയൊക്കെ ഒരു ആംഗിൾ അത് വളരെ നന്നായിരുന്നു. പുള്ളിക്കും വലിയൊരു താങ്ക്സ് ഉണ്ട്, വളരെ നന്ദിയുണ്ട്. എന്നെ വിശ്വസിച്ചിട്ട് ഒരു ഡ്രോൺ വാങ്ങാൻ, അത് ഇത്രയും വില കൊടുപ്പിച്ച ഡ്രോൺ വാങ്ങാനും അതിനൊരു നല്ലൊരു വീഡിയോ എടുത്തെനിക്ക് അയച്ചു തരാനും കാണിച്ചതിലുള്ള പറയണമെന്നറിയില്ല, ഒരു സന്തോഷമുണ്ട്. ആ പുള്ളിനോട് ചോദിച്ചിരുന്നു വേറെ ഓപ്ഷൻസ് വല്ലതും ഉണ്ടോ, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിരുന്നു. ആ സമയത്തിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല. പുള്ളി പിന്നെയും മറ്റു കുറേ സംശയങ്ങളൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. ഡ്രോണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഷൂട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വളരെ ഹൈറ്റിലാണ് തിരിച്ചു വരുന്നത്. അത് അതിൻ്റെ ബാറ്ററി ചാർജിനെ ബാധിക്കുമ്പോൾ ബാറ്ററി തീരെ ലോ ആയിരുന്നപ്പോഴാണ് അത് തിരിച്ചു വന്നത്. തിരിച്ചു വരുമ്പോൾ ഇത്തിരി ഹൈറ്റിലൂടെ വന്നപ്പോൾ കാണാൻ പറ്റിയില്ല എവിടെയാണ് പോയതെന്ന്. ഞാൻ പറഞ്ഞു പേടിക്കണ്ട, എല്ലാം തിരിച്ചു വരും, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. കാര്യം അങ്ങനെ പേടിക്കേണ്ട എന്ന് പറയാൻ കാരണം അതിനും ഒരു കഥയുണ്ട്. ഞാൻ ഈ ഒരു ഡ്രോൺ പറത്തുമ്പോൾ എൻ്റെ ഒരു കുട്ടിയുണ്ട്, സിസ്റ്ററിൻ്റെ മകനുണ്ട്. അപ്പോൾ ആള് ഇത് കണ്ടു, അവരെ നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തു. ചെറിയ കുട്ടിയാണ്, കൊടുക്കാൻ പാടില്ല, എന്നാലും ഞാൻ കൊടുത്തു. അപ്പോൾ ആള്
അവൻ പറത്തി നോക്കി. അപ്പം ഞാൻ പറഞ്ഞ ഒരു ഏരിയയിൽ തന്നെ അവൻ അത് ഫ്ലൈ ചെയ്യിപ്പിച്ചു. ചെറിയ കുട്ടിയാണ്, അവൻ അത് കൃത്യമായിട്ട് അത് പറപ്പിച്ചു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഫ്രണ്ട്ലിയാണ്, യൂസർ ഫ്രണ്ട്ലിയാണ് നമ്മുടെ ഡ്രോൺ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രോൺ ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നൊരു 3 കിലോമീറ്റർ ദൂരം ചെന്നപ്പോൾ ഡ്രോണിൻ്റെ സിഗ്നൽ കട്ടായിപ്പോയി. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഫ്ലൈ ചെയ്ത് പോയപ്പോൾ അവിടെ ഒരു മെഡിസിറ്റിയുടെയും കണ്ട ഒരു വലിയൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലെത്തിയപ്പോൾ ഡ്രോൺ സിഗ്നൽ, നമ്മുടെ റിമോട്ട് കൺട്രോളും ഡ്രോണായിട്ടുള്ള സിഗ്നൽ കട്ടായി, ഫുൾ കണക്ഷൻ കട്ടായിപ്പോയി. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. കാര്യം നമ്മളുടെ എന്ത് ചെയ്താലും നമ്മളുടെ ഉള്ളിൽ ഈ എമൗണ്ട് കിടക്കുകയല്ലേ ഡ്രോണിൻ്റെ വില. അപ്പം ഞാൻ പേടിച്ചിട്ട് പോയി. കാര്യം ഞാൻ ജോയ്സ്റ്റിക്കിൽ തിരിച്ച് എടുക്കാൻ നോക്കുമ്പോഴൊന്നും കണക്ഷൻ കിട്ടുന്നില്ല, കാര്യം ഫുൾ കണക്ഷൻ കട്ടായി പോയല്ലോ. പിന്നെ ഈ നമ്മുടെ RC കൺട്രോൾ എന്ന് പറയുന്നത് വെറും ഡമ്മി പോലെ. അപ്പോൾ ഞാൻ നമ്മുടെ RCക്കകത്ത് തന്നെ റിട്ടേൺ ടു ഹോം എന്ന് പറഞ്ഞ് തിരിച്ച് വരുന്ന RTH എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വരും, ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ചു വരും. അപ്പോൾ അത് വർക്ക് ചെയ്യാൻ RC വർക്ക് ചെയ്യുന്നില്ല, ഈ കണക്ഷൻ കട്ടായിട്ട് RC വെറുതെ ഇങ്ങനെ ഒരു മൊബൈൽ പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ ഫുൾ ഓഫായി, കാറ്റ് പോയ ബലൂണ് പോലെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ പുള്ളിക്കാരനുണ്ടല്ലോ പയ്യൻ, ആള് ഇതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും, ഇത് എവിടെയാ പോയെന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, മാമച്ചി ഇതാ വരുന്നേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. ഞാൻ ഇങ്ങനെ പോയോ എവിടെയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നോക്കിയപ്പോൾ വരുക ആള്, ഡ്രോൺ ഇങ്ങോട്ട് വരുക. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ എവിടെ വെച്ച് നമ്മൾ ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നുണ്ടോ അവിടെ നിന്ന് എത്ര ദൂരം പോയാലും ഇൻ കേസ് അതിൻ്റെ GPS ഓൺ ആണ് എങ്കിൽ, RCയിൽ റിമോട്ടിൽ ഡ്രോണിൻ്റെ GPS ഓൺ ആണ് എങ്കിൽ ഉറപ്പായിട്ടും എവിടെ വെച്ച് സിഗ്നൽ കട്ടായോ അവിടേക്ക് തിരിച്ചു വരും. നമ്മുടെ റിമോട്ട് കൺട്രോളായിട്ടുള്ള കണക്ഷൻ എല്ലാം പോയാലും ശരി, ആൾ തിരിച്ചു വരും. എവിടെ നിന്ന് ഫ്ലൈ ചെയ്തോ അവിടേക്ക് തിരിച്ചു വരും. അങ്ങനെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് നമ്മുടെ ഈ ഡ്രോണിനുണ്ട്. അതെനിക്ക് വലിയൊരു ഉപകാരമായി. നമ്മൾ ഏതാണ്ട് നഷ്ടപ്പെട്ടു പോയൊരു സാധനം നമ്മളെ തേടി തിരിച്ചെത്തുന്ന പോലെ ഇങ്ങനെ വന്ന് ഇറങ്ങുന്നത് ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ ഡ്രോണൊക്കെ റിമോട്ട് കൺട്രോൾ എൻ്റെ കയ്യിലില്ല, ഞാൻ അവിടെ വെച്ചിരിക്കാം. കാര്യം ഇതുകൊണ്ട് ഇനി പ്രയോജനമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് താനെ പറന്ന് വരുന്നു, എവിടെ നിന്ന് ഫ്ലൈ ചെയ്തു അവിടെ തന്നെ വന്ന് ഇറങ്ങുന്നു. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് ഇതെന്താ പരിപാടി, അതൊരു ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പം ഞാനും അവനും കൂടെ കുറേ നേരം ഇവിടെ കിടന്ന് പൊട്ടിച്ചിരിച്ച് തുള്ളി ചാടി, ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫ്ലൈ ചെയ്യിക്കുമ്പോൾ തിരിച്ചു വരാനുള്ള ബാറ്ററി ചാർജ് ഡ്രോണിലുണ്ടോ എന്ന് നമ്മൾക്കെല്ലാം കണ്ടിട്ട് വേണം നമ്മൾ ഫ്ലൈ ചെയ്യിക്കാൻ. ഇതെല്ലാത്തിൻ്റെ കൺട്രോളിൽ നമ്മൾ RC കൺട്രോൾ ഇതെല്ലാം കാണിക്കും. ഡ്രോണിൽ എത്ര ബാറ്ററി ഉണ്ട്, എത്ര മെമ്മറി ഉണ്ട്, ഡ്രോണിന് ഒരുപാട് ഒരുപാട് കാറ്റുള്ള ഭാഗത്തൂടെയാണ് ഡ്രോൺ പറക്കുന്നത്, ആ കാറ്റിനെ ഡ്രോൺ പ്രതിരോധിക്കുന്നുണ്ടോ, തിരിച്ചു വരുന്ന സാധ്യതയുണ്ടോ, ഇതെല്ലാം അതിനകത്ത് കാണിക്കും. ഞാനിത് പോയപ്പോൾ ഇതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചു, കാര്യം ഒന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ, അങ്ങോട്ട് മാറ്റി വെച്ചു. അങ്ങനെ ആയിരുന്നു സംഭവം. അപ്പോൾ ഞാൻ ഈ പുള്ളിയോട് പറഞ്ഞു, പുള്ളി അത് ഡ്രോൺ തിരിച്ചു വന്ന് പുള്ളിയും ഹാപ്പിയായി. അങ്ങനെയുള്ള കുറേ കമ്മ്യൂണിക്കേഷൻ ഞാനും ആ ആൾ തമ്മിൽ ഇതിന് വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇനി ആരെങ്കിലും ഡ്രോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പറയുകയാണ്, ധൈര്യമായിട്ട് വാങ്ങാം. പക്ഷെ വാങ്ങുന്നവർക്ക് നമ്മളുടെ ഉദ്ദേശം എന്താണ്, ഞാൻ എന്തുകൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ധാരണ വേണം. ആ പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞു തന്ന പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോയിൽ 1-2 ആംഗിൾ ഷോട്ട് അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ വീഡിയോ കുറച്ചും കൂടി ഭംഗി ഉണ്ടാകുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഓൾറെഡി അത് ഫുൾ അടിപൊളി വീഡിയോ ആണ്, പക്ഷേ അങ്ങനെ ഒരു ആംഗിളും കൂടി വേണം എന്ന് എനിക്ക് തോന്നി. ഇനി ഇങ്ങനെ ഒരു ആംഗിളും കൂടി ഒരു ഷോട്ട് എടുത്തിട്ട് അങ്ങനെ വെക്കാൻ പറ്റുക, ആ വീഡിയോയ്ക്ക് കൂടുതൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതിൽ തന്നെ നമ്മുടെ ഡ്രോണിൽ പല ആംഗിളിൽ ഷോട്ട് ചെയ്യാനുള്ളതും, ടൈം ലാപ്പ് ആയാലും മറ്റ് ഹെലിക്സ് ആയാലും റോക്കറ്റ് ഷോട്ട്, അങ്ങനെ പല ഷോട്ടുണ്ട്. ഒരിക്കലും ഒരു 10-15ഓളം മോഡൽ ഷൂട്ട് ചെയ്യാനുള്ള മോഡ് അതിനകത്തുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഓരോ മോഡലായിട്ട് പഠിക്കാം. ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരുപാട് വരച്ച് നീട്ടി എന്ന് തോന്നുന്നു. ഞാൻ എന്നാലും ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറയാതെ പറ്റില്ല, അതുകൊണ്ടാണ് ഇത്രയും വരച്ച് നീട്ടേണ്ടി വന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഈ ഡ്രോൺ വാങ്ങിയതിൻ്റെ ഒരു യൂസർ റിവ്യൂ. ഇതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ലൈക്ക്, സബ്സ്ക്രൈബും വ്യൂസൊക്കെ വളരെ കുറവാണ് എൻ്റെ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.